ഉറക്കമില്ല. അതായത് കിടക്കും, ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കും, പിന്നെ കുറച്ചു നേരം കിടക്കും, പിന്നെയും ചാടി എഴുന്നേക്കും. ഇങ്ങനെ ഒരു 10-12 പ്രാവശ്യമെങ്കിലും ചാടി എഴുന്നേക്കും പുള്ളി. ഉറക്കമില്ല. എന്താ ഇൻസോംനിയ? അയാളൊന്നുമില്ല, വീരാനിക്ക മാത്രം. അല്ല, ഞാൻ ചോദിക്കുന്ന അങ്ങനെ ഉറക്കം പ്രശ്നമുള്ളവർക്ക് ഒന്നുകിൽ ഈ നല്ല മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. അങ്ങനത്തെ കുടി വല്ലതും ഉണ്ടോ വീരാനിക്കയ്ക്ക്? അങ്ങനെയൊന്നുമില്ല. ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ കണ്ടേ പിന്നെയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അല്ല, കള്ളു കുടിക്കുന്നതിന് കണ്ടോ? അല്ലല്ല, ഒരു ഡോക്ടറെ കണ്ട് ഈ കാര്യം പറഞ്ഞു, ഈ ഉറക്കമില്ലായ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടറെ കണ്ട ഞാൻ അയാളുടെ ചെവിക്കുറ്റിക്ക് അടിച്ചു. ഞാൻ എന്താ പറഞ്ഞു? ആ ഡോക്ടർ പറഞ്ഞു കിടക്കണേന് മുമ്പ് പുള്ളി കഴിക്കൂന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കിടക്കണേന് മുമ്പ് ഒരു വെഗ് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളി കിടക്കും, എഴുന്നേക്കും, എന്നിട്ട് ഒരു വെഗ് കഴിക്കും, പിന്നെ കിടക്കും, എഴുന്നേക്കും, ഒരു വെഗ് കഴിക്കും. അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു 12 വെഗ് പുള്ളി കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാ? സോറി ടീച്ചറെ, ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം. ഞാൻ ചോദിക്കട്ടെ അവളോട് എന്താന്ന്. ശീതളേ, എന്താ നിന്റെ ഇംഗ്ലീഷ് ടീച്ചറെ ഇപ്പൊ വിളിച്ചത്. അവര് പറഞ്ഞു നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ലാന്ന്. നീ പിന്നെ എന്ത് കോപ്പിയാണ് സ്കൂളിൽ പോയത്? ഇതെന്താ പശു കരയുന്ന? മോം അമ്മേന്ന്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ലാംഗ്വേജ് ആണ്. എനിക്കത് പഠിക്കാൻ ഇഷ്ടമില്ല. ആര് പറഞ്ഞു ഇതേ പഠിക്കാതിരിക്കാൻ വേണ്ടി ഓരോ ന്യായം പറഞ്ഞാണ്ടല്ലോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫൈൻ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിഴ അടയ്ക്കുക. അപ്പൊ ഫൈൻ എന്ന് പറഞ്ഞാൽ പിഴ. അപ്പൊ ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പിഴയണമെന്നല്ലേ അർത്ഥം? യു ആർ ഫൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിഴയണമെന്നല്ലേ അർത്ഥം? അല്ലാതെ അങ്ങനെ വി ആർ ഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പിഴയണം. എല്ലാം പോട്ടെ, അസംബ്ലിക്ക് അമ്മേനെ ഇപ്പൊ വിളിച്ച ടീച്ചർ ഒരു ദിവസം പ്രസംഗിക്കണേ, ഹോപ്പ് യു ആർ ഓൾ ഫൈൻ. അതായത് അവരുടെ മുമ്പിൽ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും പിഴയണം. അവരുടെ പറയുന്നില്ല, ഞാൻ പഠിക്കത്തില്ല വൃത്തിയുടെ ലാംഗ്വേജ്. അല്ല, ഫൈൻ എന്ന് പറഞ്ഞ പിഴ, അപ്പൊ മറ്റേ ഫൈൻ ഇതേത് ഫൈൻ? ടീച്ചറെ, എന്റെ ഓച്ചേ തറവാടിയാ. അതുകൊണ്ട് അശ്വതി ഭർത്താവൻ പോണ്. കണ്ട്. അവളെ ഭർത്താവേ ആകാശത്തും തറയിലും വെക്കാതെയാണ് അവളെ കൊണ്ടു കിടക്കണത്. അതറിയാം. നിങ്ങളാണെങ്കിലും കൊണ്ടു കിടക്കൂ. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാമോ? അപ്പൊ എല്ലാം അവള് പറയണം അവളെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കൂന്ന്.